എല്ലാവർക്കും നമസ്കാരം. ടെക്കീസ് കളറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ട് കുർത്ത നൈറ്റ് തുണിയുടെ കുർത്തയുടെ വിശേഷങ്ങളാണ് കണ്ടത്. അതിൽ രണ്ടാമത്തെ നൈറ്റ് തുണിയാണിത് കുർത്ത തയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്കിതും അതുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ടിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കണ്ട മഞ്ഞക്കുർത്തിയുടെ പോലെ തന്നെയാണ് ഇതിൻ്റെ ഇറക്കവും വന്നിരിക്കുന്നത്. 36 ഇഞ്ച് ഇറക്കമാണ് വെച്ചിരിക്കുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, നമ്മളിതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്യേണ്ടത് കൊണ്ട് ഇത് 6.5 ഇഞ്ചാണ് ഞാൻ ഇതിൻ്റെ ആം ഹോളിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത്. ബാക്കി വേറെ ഒന്നും ഞാൻ വ്യത്യാസപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് പീസിൽ കുഴിച്ചു വെട്ടാനുള്ളതും മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാനും ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന് ലൈനിങ് ഇല്ല. മറ്റേ മഞ്ഞ മെറ്റീരിയലിന് ലൈനിങ് വെച്ചത് ഞാൻ പറഞ്ഞുവല്ലോ, അതിന് നിഴലടിക്കുന്നതുകൊണ്ടാണെന്ന്. അപ്പോൾ ഇതിന് ലൈനിങ് ഇല്ല. ഇനി നമുക്ക് ബാക്കി തുണിയിൽ നിന്ന് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്യണതെന്ന് നോക്കിയാലോ. ഇതിപ്പോൾ ഇത്രയാണ് ബാക്കി വന്നിരിക്കുന്നത്. ഇതൊരു നോർമൽ ചുരിദാറാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ ഇത്രയും മെറ്റീരിയലൊന്നും ബാക്കി വരില്ല. ആകെ ഇവിടം വരെയും ഇവിടം വരെയും ഇത്രയുള്ളൊരു പീസാണ് നമുക്ക് സ്ലീവിന് കിട്ടുള്ളൂ. കഷ്ടി നമുക്കൊരു 3/4 സ്ലീവിനുള്ളതാണ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ വീതി നീളം എത്ര ഉണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ നീളം ഈ ഒരു സൈഡ് 20ഉം ഈ സൈഡ് 17ഉമാണ് വരുന്നത്. ഇത് 4ആക്കി മടക്കി ഇട്ടതാണ് കേട്ടോ. ഞാൻ ഒപ്പം ചേർത്ത് വെച്ച് 4ആക്കി മടക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 4ആക്കി മടക്കി ഇട്ടിട്ട് ഇതിൻ്റെ വീതി വരുന്നത് ഇതാണ് തേര് ഭാഗം. ഇതിൻ്റെ വീതി വരുന്നത് 17 ഇഞ്ചാണ്. ഇനി താഴോട്ടുള്ള ഇറക്ക ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ 20 ഇഞ്ച് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 20 ഇഞ്ചിൽ നിന്നും ഈ ഇറക്കം എടുത്തിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. അപ്പോൾ നല്ല ഒരു ഫുൾ സ്ലീവ് ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് ഞാൻ ഇത്ര എടുത്തത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാകിസ്ഥാനി സ്ലീവാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതിൻ്റെ ഇറക്കം 20 ഇഞ്ച് സ്ലീവിൻ്റെ ഇറക്കം, നമ്മുടെ കൈൻ്റെ ഇറക്കവും വണ്ണം വരുന്നത് ഒരു 11.5 എടുത്തിട്ടുണ്ട്. 11 മതി. ഞാൻ 11.5 എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേര് വന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ എടുത്തത്. ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് പോകാവുന്നതാണ് ഇതിൻ്റെ. പിന്നെ നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇവിടെ 3 ഇഞ്ച് നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യാം. നമുക്ക് ഈ സ്കെയിൽ ഉപയോഗിക്കാം. നമ്മളിത് മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഭാഗം പോയിൻ്റ് ചെയ്ത് വയ്ക്കാം. ഇത് 20 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. അപ്പം ഇവിടെ വരുമ്പോൾ നമ്മളുടെ കൈവണ്ണം എത്രയാണോ വേണ്ട തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഞാനിവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇത് കണ്ടല്ലോ അല്ലേ, കാണാൻ പറ്റുന്നുണ്ടോ? ഒരു 9 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ അത് 9 ഇഞ്ച് എന്ന് പറയണേ. എന്നിട്ട് നമ്മൾ ഈ സ്കെയിൽ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നതാണ്. ഇത്തിരി ഇങ്ങനെ നീക്കി വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഷേപ്പും കൂടി കിട്ടും. ഇപ്പോൾ കണ്ടോ, ഇത് ഫ്രണ്ട് പീസിനുള്ള ഇങ്ങനെ കുഴിച്ച് മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ നീക്കി വെക്കുമ്പോൾ എന്ന് പറയണത് നമ്മൾ ഈ രീതിക്കാണ് സ്കെയിൽ വരുന്നത്. ഇതിൻ്റെ ഈ വലിയ മാർക്കുണ്ടല്ലോ, വലിയ മാർക്കിലേക്ക് നീക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1 ഇഞ്ച് നീങ്ങി കവർ ചെയ്തിരിക്കും. അപ്പോൾ ഇവിടം വരെയാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് വരയ്ക്കുന്നതെങ്കിൽ ഇത് 1 ഇഞ്ചും കൂടി ഇങ്ങനെ നീക്കി വെച്ച് കഴിയുമ്പോൾ കുഴിഞ്ഞ് ഇത് മാതിരി വരയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ അടിയിലത്തെ വണ്ണം ഇത്രയും തന്നെ 11 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്.
ഈ തേര് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം ചെയ്യേണ്ടത്, ഈ സ്ലീവിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യൂലേ, അടിഭാഗം യു ഷേപ്പിൽ മാർക്ക് ചെയ്ത് വയ്ക്കും. അതുമാതിരി തന്നെ ഇതിൻ്റെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് കയറ്റി ഇങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാകിസ്ഥാനി സ്ലീവിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെയും കൂടി ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അങ്ങനെ അടിഭാഗം ഒന്ന് ലെവൽ ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ രണ്ടാമത് വരച്ച വരയിലൂടെയല്ല, ഏതിലെ ആദ്യം വരച്ച വരയിലൂടെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. കണ്ടോ സ്ലീവ് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കി. നമ്മുടെ ഒരു ബോഡി ഷേപ്പ് പോലെ തന്നെയുണ്ടല്ലേ. ഉണ്ടോ, അതറിയുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കാണിച്ചു തരുന്നത്. ഇത് മുകൾ ഭാഗം, ഇതിങ്ങനെ ഒരു ഷേപ്പിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം. ദേ വെട്ടി വെച്ചേക്കുന്ന കുർത്തി തയ്ക്കാൻ നോക്കിയാലോ. അപ്പം ഞാൻ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ അങ്ങനെയുള്ളതാട്ടോ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ സ്പാർക്ക് എവിടെയെങ്കിലും വീഴും. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യാൻ തോന്നും. നമ്മളത് വെട്ടിയത് താഴെ സ്ക്വയറായിരുന്നു, കാണാം. അതെ, അടിഭാഗമാണ്, ഇത് സ്ക്വയറായിരുന്നു. അപ്പോൾ എനിക്കിത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്ക്വയർ ഒന്ന് മാറ്റി ഇവിടെ ഇതിൻ്റെ എൻഡൊന്ന് റൗണ്ട് ചെയ്യാൻ തോന്നി. പിന്നെ സ്ലിറ്റ് നമ്മൾ നോർമൽ ഇടുന്ന സ്ലിറ്റ് ഈ ഇറക്കമാണ്, ഒരു 20 ഇഞ്ച് ഇറക്കമാണ് ഞാൻ സാധാരണ സ്ലിറ്റിന് മാർക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ 20, 21 ഹൈറ്റ് അനുസരിച്ചാണ് അത് ഇടണേ. ഹൈറ്റ് നല്ല കുറവുള്ളവർക്കാണെങ്കിൽ 19, 18 അങ്ങനെ ഇടും. അപ്പം ഞാൻ അതിൽ നിന്ന് ഇവിടം വരെയാക്കി സ്ലിറ്റിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ എത്രയാണെന്ന് നോക്കാം. മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഇതൊരു 28.5 ഇവിടെ ഈ മാർക്ക് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ഇത്രയും ആക്കി ഈ മാർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്നുകൂടെ ഒന്ന് തെളിച്ച് വരച്ചു. പിന്നെ താഴെ സ്ക്വയർ എന്നുള്ളത് ഒന്ന് റൗണ്ട് ആക്കുകയാണ് കേട്ടോ. കണ്ടോ, അത് ഇങ്ങനെ റൗണ്ടാക്കി വരച്ചു. വ്യക്തമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് സ്ക്വയറാണ്, ബാക്ക് നെക്ക് റൗണ്ടുമാണ്. ഈ രീതിക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഇതിൻ്റെ നെക്ക് സ്ക്വയറിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ക്യാൻവാസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ പതിച്ചടിച്ചു. ഇനി നമുക്ക് ഒരു സംഭവം കൂടി ചെയ്യാം. ഈ നെക്കിൻ്റെ ചുറ്റും ചെറിയ ലേസ്, വൈറ്റ് കളറിലെ ചെറിയ ലേസ് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ തിരിച്ചാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ. സ്റ്റിച്ച് വരേണ്ടത് ഇതിൻ്റെ സൈഡിൽ കൂടിയാണ് സ്റ്റിച്ച് വരേണ്ടത്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ചുറ്റും ലേസ് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നോക്കാം. ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ കൂടി ഈ വെള്ള ലേസ് വെച്ചു. ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും കൂടി അറ്റാച്ച് ചെയ്തിട്ട് സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കിനി സ്ലീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗം ഇതാണ്, അടിഭാഗം ഇതാണ്. സ്റ്റിച്ച് ചെയ്തത് ഇങ്ങനെ റൗണ്ടാണ്.
അപ്പോൾ അത് നമ്മളതുപോലെ തന്നെ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു കാര്യം കൂടി ചെയ്യണുണ്ട്. ഇത് നമ്മളുടെ അടിഭാഗം ഇങ്ങനെ മടക്കി ചെയ്യണ കൂട്ടത്തിൽ നമ്മളുടെ ഈ ലേസ് ഉണ്ടല്ലോ, ലേസും കൂടി ഞാനിവിടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യം കഴിയും. അതല്ലെങ്കിൽ 2 സ്റ്റിച്ച് നമുക്ക് പുറത്തേക്ക് കാണേണ്ടതായിട്ട് വരും. അപ്പോൾ നോക്കാം, ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വശം കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, സ്ലീവിൽ ഈ ലേസ് വെച്ചപ്പോൾ മുകളിലൂടെയല്ല ഞാൻ വെച്ചത്, താഴെ ഭാഗത്തു കൂടിയാണ്. അപ്പോൾ താഴെ ഇങ്ങനെ കാണുന്നുള്ളൂ, പക്ഷേ മുകൾ ഭാഗത്ത് ഇതിൻ്റെ സൈഡ് മാത്രമായിട്ട് കണ്ടോ. അപ്പോൾ നല്ല ഭംഗിയല്ലേ ഇങ്ങനെ കാണാനായിട്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തിട്ട് കാണാം. ഈ ടോപ്പിൻ്റെ അടിഭാഗം ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇത്രയാണ് സ്ലിറ്റ് ഇട്ടിട്ടുള്ളൂ, കണ്ടോ, കുറച്ചാണ് സ്ലിറ്റ് ഇട്ടിട്ടുള്ളൂ 2 സൈഡിലും. അടിഭാഗം ഇങ്ങനെ റൗണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതും ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, ഇത്രയും പുറത്തേക്ക് കണ്ടാൽ മതി. നമ്മൾ സ്ലീവിന് വെച്ചതുപോലെ നമുക്ക് വെച്ചിട്ട് നോക്കാം. ടോപ്പിൻ്റെ സ്ലിറ്റിൻ്റെ ഭാഗത്തും ലേസൊക്കെ വെച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കൂ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നമുക്ക് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കാം. തയ്ച്ചു കഴിഞ്ഞപ്പോൾ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയറാണ്. പാകിസ്ഥാനി സ്ലീവാണ് വന്നിരിക്കുന്നത്. ചെറിയ സ്ലിറ്റിൽ താഴെ ലേസ് വെച്ചിട്ട് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ഒരു കുർത്തയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.